ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഐ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ആദ്യം കണ്ട ഹിന്ദി ചിത്രം ഇക്കീസ്. റൈറ്റർ ഡയറക്ടർ ശ്രീറാം രാഘവൻ. പുള്ളിയുടെ പഴയ വർക്കുകൾ പറഞ്ഞാൽ കുറച്ചുകൂടെ കണക്റ്റ് കിട്ടും. ബദ്ലാപൂർ, അന്ധാധുൻ, പിന്നെ വേറൊരു ഇടിവെട്ട് പടം ഉണ്ടായിരുന്നു രാഘവ് 2.0. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ വയലൻസിൻ്റെ അതിപ്രസരമുണ്ട്. പക്ഷേ ഇതിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു കിടിലം വാർ ഡ്രാമ, അതിനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിനെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, അങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ഹിന്ദി സിനിമയിൽ ഒരു പക്ഷേ ഈ പടവും ആസ് യൂഷ്വൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. കഴിഞ്ഞ വർഷം പുറത്തു വന്ന ഹോം ബൗണ്ടൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയത് പോലും ആരും അറിഞ്ഞിട്ടില്ല. ഇത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വാച്ചിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്ത് കാണേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ദുരന്തർ പോലുള്ള സിനിമകളൊക്കെ ഒരുപാട് ബ്ലഡ് ഷെഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അത് ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ, ഇതിൻ്റെ ആകെത്തുകയായിട്ട് ധർമ്മേന്ദ്രയുടെ ക്യാരക്ടർ ബ്രിഗേഡിയർ ഖേത്രിപാൽ, പുള്ളി പറയുന്നൊരു ഡയലോഗുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: ഇനിയും യുദ്ധങ്ങൾ നടക്കും, ഇത് നമ്മുടെ കൃഷിയിടങ്ങളും നമ്മുടെ മണ്ണും നശിപ്പിക്കും, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, പ്രൊവൈഡഡ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെ. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമെന്നോ എങ്ങനെ നടക്കുമെന്നോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ വൈകാരികമായിട്ട് നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഈ സിനിമയിൽ തന്നെ ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ അതിർത്തി കടന്നു പോകുമ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനതകൾ, ഓ ഇത് ഇന്ത്യൻ പട്ടാളക്കാരല്ല, ഇത് പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഫ്രൂട്ട്സൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന സീനുണ്ട്. അതേ പട്ടാളം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടാളം പറയുന്നുണ്ട്, ഓ ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, നമ്മൾ പാകിസ്ഥാനിൽ കയറിയെങ്കിലും ഇത് ഇന്ത്യ പോലെ തന്നെയല്ലേ എന്നൊക്കെയുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു വലിയ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വൈകാരികമായിട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് കെട്ടുന്നുണ്ട് ഈ പടം. നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും, ഈ ബോർഡേഴ്സൊക്കെ എങ്ങനെ വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് തലത്തിൽ. കാരണം ഈ അരുൺ ഖേത്രപാൽ എന്ന് പറഞ്ഞുള്ള റിയൽ ലൈഫ് ക്യാരക്ടർ, പുള്ളി 21ാമത്തെ വയസ്സിൽ വീരമൃത്യു വരിക്കുകയാണ്. പിന്നീട് രാജ്യം പുള്ളിയെ പരംവീർ ചക്ര കൊടുത്ത് ആദരിക്കുന്നുണ്ട്. യങ്ങസ്റ്റ് റിസീവർ ഓഫ് പരംവീർ ചക്ര. ഇന്നും അദ്ദേഹം ആ റെക്കോർഡ് ഹോൾഡ് ചെയ്യുകയാണ്. വേറെ ആർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയിൽ നിന്ന് എടുത്തൊരു ചിത്രം. ധർമ്മേന്ദ്രയുടെ കിടിലം പെർഫോമൻസ്. അഗസ്ത്യാനന്ദ, അദ്ദേഹമാണ് അരുൺ അരുൺ ഖേത്രിപാളിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ജയ്ദീപ് അലാവത്ത്, പുള്ളി ഒരു പാകിസ്ഥാനി എക്സ് ബ്രിഗേഡിയർ ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും സോളിഡ് പെർഫോമൻസാണ് ഈ സിനിമയുടെ സോൾ. ഈ സിനിമയ്ക്കുള്ള ഷോർട്ട് കമ്മിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ വാർ മൂവിയിലും കാണിക്കുന്നത് പോലുള്ള ലവ് ഇൻട്രസ്റ്റിൻ്റെ പുറകെ പോവുക, അത്തരം സീനുകൾക്ക് കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊക്കെ കുറച്ച് പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നുള്ള ഷോർട്ട് കമ്മിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് കൊണ്ട് തന്നെ ഇത് അവസാനം ഒരു പേ ഓഫിലെത്തുമ്പോൾ നമുക്ക് അത്രയും ഹൈ കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ ആ വാർ മൊമെൻറ്റ്സ് എല്ലാം ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, അത് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റൊക്കെ നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വാർ ഡ്രാമയല്ല ഇതിനകത്തുള്ളത്. ടാങ്കുകൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല. ഫ്യൂറി എന്ന് പറഞ്ഞിട്ട് ആരുടെ ആയിരുന്നു പേര് മറന്നുപോയി, ഇംഗ്ലീഷ് മൂവിയിൽ അത്യാവശ്യം ടാങ്കിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് സൈഡിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വാർ നടക്കുമ്പോൾ ആ 2 പേരും ടാങ്ക്സ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ ടെക്നിക്കാലിറ്റിയും, ടാങ്ക് കമാൻഡറായിട്ട് ഈ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് അരുൺ ഖേത്രിപാൾ വരുന്നതും, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാർ റിലേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. രാജ്യത്തിൻ്റെ അതിർത്തി സംബന്ധിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളും, 1931 ഇതെല്ലാം ഒരൊറ്റ രാജ്യമായിരുന്നപ്പോൾ അവിടുത്തെ കോളേജിൽ പഠിക്കാൻ പോകുന്ന മിസ്റ്റർ ഖേത്രിപാളായിട്ടുള്ള ധർമ്മേന്ദ്രയുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നതും, ആ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കും. പുള്ളി എന്നിട്ട് പുള്ളിയുടെ വീടാണ് ആക്ച്വലി പാകിസ്ഥാനിലെ ഇപ്പോൾ ഉള്ള പുള്ളി സന്ദർശിക്കുന്ന സ്ഥലം, പുള്ളിയുടെ വീടാണ്. അപ്പോൾ അത് പോയി പുള്ളി സന്ദർശിച്ചിട്ട് അവിടുത്തെ ആൾക്കാർ പുള്ളിയെ ട്രീറ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾ കയറി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു നോൺ ലീനിയർ രീതിക്കാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. 1971 സ്റ്റാർട്ട് ചെയ്ത്
30 വർഷങ്ങൾക്ക് ശേഷം 2001 ആം, അരുൺ ഖേത്രിവാളിൻ്റെ അച്ഛനായിട്ടുള്ള ധർമ്മേന്ദ്രയുടെ ക്യാരക്ടർ തിരിച്ച് പാകിസ്ഥാനിൽ പോയിട്ട് ഒരു പുള്ളിക്കാരൻ്റെ പഴയ ഗെറ്റ് ടുഗദറാണ്, കോളേജ് ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് വിസയൊക്കെ കിട്ടി പുള്ളി അവിടെ പോകുന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ റിസീവ് ചെയ്യാൻ വരുന്ന കലാപത്തിൻ്റെ ക്യാരക്ടറാണ്. അങ്ങനെ ഇവർ തമ്മിൽ മുമ്പോട്ടുള്ള ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് പോകുന്നു. 2001 നിന്ന് കട്ട് ടു 1971 വരുന്നു. ഈ ട്രാൻസിഷൻ ഭയങ്കര രസമാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ആ സ്ക്രീൻ പ്ലേ ഭയങ്കര രസമാണ്. 2001 നിന്ന് 2071 പോകുന്നതും 2071 നിന്ന് തിരിച്ച് 2001 പോകുമ്പോൾ ആ സീൻ ടു സീൻ ട്രാൻസിഷനൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എനിക്കത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തോന്നി. ഒരുപാട് സീനുകൾ അങ്ങനെ വളരെ ബ്രില്യൻ്റ്ലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചായിട്ട് കാണാവുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.